ഹലോ ഗായ്സ്. അപ്പോൾ നേരം രാവിലെ ഒരു 6:30 ഒക്കെ ആയിട്ടേ ഉള്ളൂ. ഈ 6:30 മണിക്ക് ഞങ്ങൾ എവിടേക്കാ പോണതെന്നല്ലേ, വേറെ എടുക്കുമല്ല, എൻ്റെ അമ്മേൻ്റെ വീട്ടിലോട്ടാണ്. ഞങ്ങളെ ഫാമിലിയിലോട്ട് ഒരു പുതിയ ബേബി എത്തിയല്ലോ. അപ്പോൾ അവൻ്റെ 15 സോ അവൻ്റെ പരിപാടിക്ക് ഞങ്ങൾ പോവുകയാണ്. ഞാനും ഉപ്പച്ചും ഉമ്മച്ചും പിന്നെ എൻ്റെ 2 മൂത്തമ്മമാരും പിന്നെ എൻ്റെ താക്കും കൂടിയാണ് പോണത്. 6 മണിക്ക് ഇറങ്ങുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇറങ്ങി വന്നപ്പോൾ നേരം 6:30, 6:45, 7 മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 7:30 ഒക്കെ ആയ ടൈമിൽ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ടൊക്കെ കയറി. അവിടെ എല്ലാ കുടുംബക്കാരും എത്തിയിട്ടുണ്ട്. അതായത് എൻ്റെ മൂത്തമ്മായും ഫാമിലിയും പിന്നെ അങ്ങനെ കുറച്ച് പേര്. പിന്നെ ബേബിന്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഇതെന്റെ മൂത്തമ്മേന്റെ മോന്റെ കുട്ടിയാണ് ഷെയ്സാബി. അത് കഴിഞ്ഞ് പിന്നെ മുത്തോളി ഓർലിക്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഷെയ്സാബി ഇന്നുമോളും പിന്നെ മോനും പിന്നെ അവിടുത്തെ കുഞ്ഞു കുഞ്ഞു കുട്ടികളും എല്ലാവരും കൂടി ഒരു റൂമിലിരിക്കുന്നു. അപ്പൊ ഞാനും അവരുടെ അടുത്തേക്ക് പോയി. പിന്നെ എനിക്ക് കോളേജിൽ പോകാണ്ടായതുകൊണ്ട് തന്നെ ഞാനും ഇഷുമോളും കൂടി നേരെ ഫുഡ് കഴിച്ചു. ഞങ്ങൾ ഫുഡ് കഴിക്കണായിട്ട് മോനും ഓരോന്ന് പറയാണ്. അത് കഴിഞ്ഞ് ഇപ്പച്ചിന്റെ അടുത്തും ഇവരുടെ അടുത്തും കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞ് കുട്ടിയുടെ മുടി കളയണ ചടങ്ങാണ്. അതിനുള്ള ആളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവര് രണ്ടുപേരും നല്ല കാണലാണ്. ഫസ്റ്റ് ഒന്നും കണ്ടില്ലായിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാൻ തുടങ്ങി. അങ്ങനെ ഉപ്പച്ചിന് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി കോളേജിലോട്ട് പോവാൻ. ഞാൻ കോളേജിൽ പോകുമ്പോൾ താക്കുണ്ടെന്ന് പറഞ്ഞിരുന്നു, അവൻക്ക് അവൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ബട്ട് ഇവിടെ എന്തോ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തന്നെ നിന്നു. അങ്ങനെ ഞാൻ എൻ്റെ കോളേജിലോട്ട് പോവുകയാണ്. ഇന്ന് ഫസ്റ്റ് ടൈം ആയിട്ടാണ് എൻ്റെ ഉപ്പച്ചി എൻ്റെ കോളേജൊക്കെ ഒന്ന് കാണുന്നത് തന്നെ. ഈ വീഡിയോ കുറച്ച് മുന്നത്തെ വീഡിയോ ആണ്. എനിക്ക് ഇട്ട് വരാൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ട്. അങ്ങനെ ക്ലാസ്സിലെത്തി ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഉച്ചക്ക് ഞാൻ ഫുഡൊന്നും കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവൽ മിൽക്കാണ് മേടിച്ചത്. ബട്ട് അത് ഓവറായിരുന്നു, ഞങ്ങൾക്ക് കുടിച്ച് തീർക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വീണ്ടും ക്ലാസ്സിലെത്തി. ബാക്കി ക്ലാസ് എല്ലാം കേട്ടു. അത് കഴിഞ്ഞ് കോളേജൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ സീനിയേഴ്സിന്റെ വക ഇവിടെ ചില കലാപരിപാടികൾ ഉണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് നേരം അവിടെ നോക്കി നിന്നു, കാരണം സീനിയേഴ്സ് വിടണ്ടേ. അങ്ങനെ ഇടയിൽ കൂടെ വരുമ്പോൾ അത് ഞങ്ങളെ പിടിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ട്, വലുതായിട്ടൊന്നുമില്ല. പിന്നെ വരുന്ന വഴി റിലേറ്റീവിന്റെ വീട്ടിൽ കയറാണ്ടായിരുന്നു. പക്ഷെ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു. എനിക്കൊരു കൊറിയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എടുത്ത് വീട്ടിലോട്ട് പോന്നു. പിന്നെ വന്ന പാടെ ബിരിയാണി കഴിച്ചു. അപ്പോൾ ഓക്കെ, ബൈ.